ന്യൂസ് 18 ഓട്ടോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് EV സെഗ്മെൻറ്റിൽ EV തരംഗം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്ന ആ ഒരു വാഹന നിർമ്മാതാക്കൾ എല്ലാവരും കാത്തിരുന്ന Harrier.EV ഇന്ത്യൻ വാഹന ലോകത്തേക്ക് അതിൻ്റെ ഒരു ബേസ് മോഡലിന് 21.49 lakhs ഇൻട്രോഡക്ടറി പ്രൈസോടുകൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ വാഹനത്തിനൊപ്പം ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ ഒരു കോഡ് എക്സ്പീരിയൻസ്, അതായത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും ഓഫ് റോഡിങ്ങിന് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത് കോഡ് എക്സ്പീരിയൻസ് എന്നാണ്. അപ്പോൾ 2 ദിവസം നീണ്ടു നിൽക്കുന്ന കുറേ അധികം ട്രാക്ക് എക്സ്പീരിയൻസും ഓഫ് റോഡ് എക്സ്പീരിയൻസും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ടാറ്റ Harrier.EVക്കൊപ്പമുള്ള ഈ ഒരു ദിവസത്തെ എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രേറ്റർ നോയിഡയിലെ ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ വെച്ച് നടന്ന Harrier.EVയുടെ കോഡ് ഡേ എക്സ്പീരിയൻസ് കൗതുകവും ത്രില്ലും എക്സൈറ്റ്മെൻറ്റും ഒക്കെ നിറഞ്ഞതായിരുന്നു. പ്രിസിഷൻ സോൺ, ട്രാക്ക് സോൺ, സ്പീഡ് സോൺ, ടെക് സോൺ, ഓഫ് റോഡ് അരീന, ഇങ്ങനെ കുറേ അധികം സെഗ്മെൻറ്റ് ആയിട്ടായിരുന്നു ഡ്രൈവ് എക്സ്പീരിയൻസ്. കൗതുകമായി കുറച്ച് Harrier.EV ഷോക്കേസും ഉണ്ടായിരുന്നു. 1.5 ടൺ ഭാരം Harrier.EVയുടെ മുകളിൽ കയറ്റിയതിൻ്റെ ഷോക്കേസ്, ക്രെയിനിൽ തൂങ്ങിയാടുന്ന Harrier.EV സ്ട്രക്ചർ എല്ലാം ഈ വാഹനത്തിൻ്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് കാണിച്ചു തരുന്നു. പ്രിസിഷൻ സോണിൽ കാർ ഓർക്കസ്ട്ര, വൈൻ ഗ്ലാസ് ചലഞ്ച്, ടേബിൾ ക്ലോത്ത് പുൾ, സ്പെഷ്യൽ ഷോക്കേസ് എന്നിവയും ഉണ്ടായിരുന്നു. 504 ന്യൂട്ടൺ മീറ്റർ ഇൻസ്റ്റന്റ് ടോർക്കുള്ള Harrier.EV ടേബിൾ ക്ലോത്ത് വലിച്ചു മാറ്റിയതിൻ്റെ ഇവന്റ് നിറയെ കയ്യടി നേടി. ഓൾ വീൽ ഡ്രൈവ് Harrier.EVയുടെ 11 മടങ്ങ് ഭാരമുള്ള മിലിറ്ററി ട്രക്ക്, അതായത് 24 ടൺ ഭാരമുള്ള മിലിറ്ററി ട്രക്ക് ഈസിയായി വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യവും പ്രിസിഷൻ സോണിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ Harrier.EVയുടെ ഒരു സ്ട്രക്ചറൽ സ്ട്രെങ്ത് കാണിച്ചു തരുന്ന ദൃശ്യങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ അതിവേഗ ഓട്ടം, കാർ ഓർക്കസ്ട്ര, റിവേഴ്സ് ചലഞ്ച് എല്ലാം കൗതുകമുണ്ടാക്കി. ട്രാക്ക് സോണിൽ, സ്പീഡ് സോൺ എന്നീ സെഗ്മെൻറ്റ് എല്ലാം ഫ്രണ്ട് റോഡ് എക്സ്പീരിയൻസ് മാത്രമായിരുന്നു. ഈ മോട്ടോർ റേസിംഗ് സർക്യൂട്ടിലൂടെ ശരിക്കും വാഹനം ഓടിക്കാൻ ആർക്കും അവസരമില്ലായിരുന്നു. ഇൻസ്ട്രക്ടേഴ്സ് ഓടിക്കും, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലെ ട്രാക്കിലെ പല പല സോണുകളിലൂടെ വാഹനം 170 കിലോമീറ്റർ സ്പീഡിൽ വരെ ഓടിച്ചു കാണിച്ചു. വാഹനത്തിൻ്റെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളും അതുപോലെ തന്നെ വാഹനം എത്രത്തോളം പ്രിസൈസായി നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ തന്നെയും ഈ ഇതിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ടെക് സോൺ എന്ന് പറഞ്ഞാൽ അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരമായിരുന്നു. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ഇൻ്റലിജൻറ്റ് സ്പീഡ് അസിസ്റ്റ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ്, ഇ വാലറ്റ് ഫീച്ചേഴ്സ്, റിവേഴ്സ് അസിസ്റ്റ്, ഓട്ടോ പാർക്ക് എന്നിവയെല്ലാം ഈ ടെക് സോണിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ Harrier.EVയിൽ 20 ഫീച്ചേഴ്സാണ് ഈ വരുന്നത്. അതോടൊപ്പം തന്നെ ഇ വാലറ്റ് ഫെസിലിറ്റിയും ഒക്കെ തന്നെയും വരുന്നു. ഇനി ഡ്രൈവറായി നമ്മൾക്ക് ശരിക്കും Harrier.EVയുടെ 4x4 പതിപ്പ് എന്തൊക്കെ ഈസിയായി ചെയ്യും എന്ന് നമുക്ക് ഒരു ഡ്രൈവറായി ഇരുന്നുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. അതിനുള്ള ഒരു അവസരമാണ് ശരിക്കും ഓഫ് റോഡ് എക്സ്പീരിയൻസിന് ഉള്ളത്. മറക്കാനാവാത്ത ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. മാസ് മാർക്കറ്റ് EV സെഗ്മെൻറ്റിൽ ഇത്രയധികം മിടുക്കനും കരുത്തനുമായി ഒരു EV മറ്റൊന്നില്ല എന്ന് പറയാം. ആഡംബര EV സെഗ്മെൻറ്റിൽ 50 ലക്ഷമോ 1 കോടിയോ ഒക്കെ വില വരുന്ന കാറുകളിലെ 4x4 കേപ്പബിലിറ്റി ഒക്കെ തന്നെ നമുക്ക് ഈ കോമ്പാക്ട് SUVയുടെ EV പതിപ്പിൽ അനുഭവിക്കാൻ പറ്റും. അതിന് അത്രത്തോളം കേപ്പബിളാണ് ഈ ഒരു EV എന്ന് അവിടെ എത്തിയ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. റോക്ക് പിറ്റ്, ആക്സിൽ ട്വിസ്റ്റർ, സാൻഡ് പിറ്റ്, നെഗറ്റീവ് സ്ലൈഡ് ഇൻക്ലൈൻ, സീസോ, മഡ്, ഗ്രാവൽ പിറ്റ് എന്നിങ്ങനെയുള്ള നിരവധി എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ഈ ഒരു സോണിൽ ഉണ്ടായിരുന്നു. ഓഫ് റോഡ് ട്രാക്കിലൂടെ ഇങ്ങനെയുള്ള പല പല എക്സ്പീരിയൻസ് ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശത്തോടു കൂടി Harrier.EVയിലൂടെ നമുക്ക് എല്ലാ സെഗ്മെൻറ്റും താണ്ടാൻ പറ്റി. വാഹനം എല്ലാ അർത്ഥത്തിലും മിടുക്കനാണെന്ന് നമുക്ക് അവിടെ വെച്ച് തന്നെ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളതായിരുന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെ ലക്ഷ്യം.
ശരിക്കും അതിൽ വാഹന നിർമ്മാതാക്കൾ പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാം. ശരിക്കും ഇൻ്റർനെറ്റിൽ ഇത്രയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഈ അടുത്ത കാലത്തൊരു മറ്റൊരു വാഹനവും EV വാഹനവും ഇല്ല എന്ന് തന്നെ പറയാം. ശരിക്കും കഴിഞ്ഞ അതായത് ജൂൺ ആദ്യവാരം ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു കാര്യമായിരുന്നു Harrier.EVയുടെ പരസ്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കോഡ് ഡേ എക്സ്പീരിയൻസും എല്ലാം തന്നെ. അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ 20 എണ്ണമാണ് Harrier.EVയിലുള്ളത്. 7 എയർ ബാഗിൽ വരുന്നു. ഹിൽ ഹോൾഡ് അസിസ്റ്റും ഹിൽ ഡിസൻ കൺട്രോളും ഒക്കെ തന്നെ വരുന്നുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത് Active.EV പ്ലസ് ആർക്കിടെക്ചറിലാണ് ഈ EV നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. 65 കിലോ വാട്ടും 75 കിലോ വാട്ടും കപ്പാസിറ്റിയാണ് ബാറ്ററിക്കുള്ളത്. ഇതിൻ്റെ റിയൽ ലൈഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 480 മുതൽ 505 കിലോമീറ്റർ വരെയാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ 15 മിനിറ്റുള്ള ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് നമുക്ക് 250 കിലോമീറ്റർ വരെ ഓടാൻ സാധിക്കും. അപ്പോൾ അതുപോലെ മറ്റൊന്നെന്ന് വെച്ചാൽ വാഹനം ഈസി ആയിട്ട് വെള്ളത്തിലൂടെ നീന്തി കയറുന്ന ഒരു ദൃശ്യവും അവർ കാണിച്ചു തന്നു. Harrier.EVയുടെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 600 mm ആണ്. വിദേശിയും സ്വദേശിയുമായിട്ടുള്ള ഒരുപാട് EVകൾ ഇന്ന് ഇന്ത്യയിൽ ചോയ്സ് ആയിട്ടുണ്ട്. എന്നാൽ ആദ്യമായി ഇത്രയധികം EV പോർട്ട്ഫോളിയോ കൊണ്ടുവരാൻ പറ്റിയ ഏക വാഹന നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സാണ്. 10 ലക്ഷത്തിൽ തുടങ്ങി ഇപ്പോൾ നമ്മളുടെ മുന്നിലിരിക്കുന്ന Harrier.EVയുടെ ഉയർന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ പല സെഗ്മെൻറ്റ് ഹാച്ച് ബാക്ക് മുതൽ കോമ്പാക്ട് SUV വരെയുള്ള സെഗ്മെൻറ്റിൽ EV പോർട്ട്ഫോളിയോ കൊണ്ടുവന്ന വാഹന നിർമ്മാതാക്കളാണ് ടാറ്റ മോട്ടോഴ്സ്. അപ്പോൾ അവരുടെ Harrier.EV എന്ന് പറഞ്ഞാൽ ദ മച്ച് ആൻറ്റിസിപ്പേറ്റഡ് EV ആണ്. എല്ലാവരും കാത്തിരുന്ന EV ആണ്. പ്രതീക്ഷ ആരുടെയും തകർക്കാതെ അപ്പം ഇത്രയധികം എല്ലാവരെയും ഇംപ്രസ് ചെയ്ത ഈ വാഹനത്തിൻ്റെ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാ അർത്ഥത്തിലും മിടുക്കനാണെന്ന് പറയാം. ഇതിൻ്റെ ഒരു 4x4 കേപ്പബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. എല്ലാ അർത്ഥത്തിലും പവർഫുൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ നമ്മൾ മറ്റു ഒരു വാഹനത്തിലും കാണാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ വാഹനത്തിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലേക്ക് വന്നിരിക്കുന്നത് ഡ്യുവൽ മോട്ടറാണ്. അത് ഞാൻ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഒരു മോഡൽ അവർ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അവിടേക്ക് പോകാം. Harrier.EVയുടെ സ്ട്രക്ചറൽ ബോഡിയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വാഹനം അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഡ്യുവൽ മോട്ടറിലാണ്. അതായത് ഇതിൻ്റെ 4x4 പതിപ്പ് എത്തുന്നത് ഡ്യുവൽ മോട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട്ലി മോട്ടർ ഇവിടെയായിട്ട് കാണാം. ഇതിൽ പവർഫുള്ളായിട്ടുള്ള റിയർ മോട്ടറാണ് നമ്മൾ മറ്റേതായി പിന്നിലായി കാണുന്നത്. ഇതിന് മുന്നിൽ ഈ ഒരു മോട്ടറിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 158 PS ആണ്. അതേപോലെ ഇതിൻ്റെ ടോർക്ക് ഇൻസ്റ്റൻറ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ 504 ന്യൂട്ടൺ മീറ്റർ ആണ്. റിയർ മോട്ടർ ഇവിടെയായിട്ട് കാണുന്നു. ശരിക്കും 4x4 ഡ്രൈവിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു മോട്ടറാണ്. അതിൻ്റെ പവർ 238 PS ആണ്. അപ്പോൾ ഈ വാഹനം 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡിലെത്തുന്നത് ശരിക്കും ഈ സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ ഇന്നുള്ള ഒരു വാഹനങ്ങളും ഇത്രയധികം വേഗത്തിൽ 100 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തുന്നില്ല. 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡ് എത്താൻ 6.3 സെക്കൻഡ് മാത്രമാണ് ഈ വാഹനം എത്തുന്നത്. ഈ ഒരു ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ നമുക്ക് ഒരു ഫ്രണ്ട് റോ ഡ്രൈവ് എക്സ്പീരിയൻസിലൂടെ ടാറ്റ മോട്ടോഴ്സ് ഇന്ന് ഇവിടെ എത്തിയ എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നമ്മളെ കൊണ്ട് ഈ ഫാസ്റ്റ് ട്രാക്കിലൂടെ ഒന്നും ഓടിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇത്തരം കേപ്പബിലിറ്റികളെല്ലാം തന്നെയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. എന്നാൽ ഈ വാഹനത്തിൻ്റെ 4x4 കേപ്പബിലിറ്റി ഒരു രക്ഷയുമില്ലാത്ത ഒരു പൂർണ്ണനായിട്ടുള്ള ഒരു SUV അല്ലെങ്കിൽ EV ആണ് ഇതെന്ന് പറയാം. അപ്പം ഒരുപാട് തരത്തിലുള്ള ഓഫ് റോഡിങ് ട്രാക്കിലൂടെ ഇന്ന് പോയി നമുക്ക് ഇൻസ്ട്രക്ടർ തരുന്ന നിർദ്ദേശത്തിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ എല്ലാം പൂർത്തിയാക്കി എന്ന് സന്തോഷത്തോടു കൂടി പറയുന്നു. രണ്ടായിരത്തി 19 ഇന്ത്യൻ വാഹന ലോകത്തേക്ക് എത്തിയ ഈ ഒരു കോമ്പാക്ട് SUV ശരിക്കും ഇപ്പോൾ കുറേ കാലം കൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. 2023 ഇതിൻ്റെ ഒരു മോഡൽ, അതായത് ഹാരിയർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഒരു EV മോഡൽ ഓട്ടോ എക്സ്പോയിൽ അവർ അവതരിപ്പിച്ചിരുന്നു. 2025 ജാനുവരിയിൽ ഇതിൻ്റെ ഹാരിയർ EVയുടെ പ്രൊഡക്ഷൻ മോഡൽ കാണിച്ചു. അപ്പോൾ ഉടനെ ഇപ്പോൾ ഇറങ്ങും എന്ന് പറഞ്ഞ് ഒരുപാട് പ്രതീക്ഷയോട് കൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ ജനുവരിയിൽ പ്രൊഡക്ഷൻ മോഡൽ കാണിച്ച ശേഷം ടാറ്റ മോട്ടോഴ്സ് ജൂൺ 3, 2025 ഈ വാഹനം എത്തിച്ചിരിക്കുകയാണ്. ഇതിന്
ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് 21.49 lakhs ആണ്. അത് ശരിക്കും 4x4 പതിപ്പൊന്നും അല്ല, 2 വീൽ ഡ്രൈവ് ഉള്ള വാഹനമാണ്. ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറയുമ്പോൾ പിന്നീട് ഇത് കൂടും എന്ന് നമുക്കറിയാം. ആ ഒരു പ്രൈസിലേക്ക് അവർ ചാർജിങ് ഇൻസ്റ്റലേഷനോ അല്ലെങ്കിൽ ചാർജിങ് കേബിളോ ഇതൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. 4 നിറങ്ങളിലാണ് Harrier.ev എത്തുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കണ്ട് ത്രില്ലടിച്ച് ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ടോപ്പ് വേരിയൻറ്റിന് എങ്ങനെയായാലും ഒരു 30 to 35 പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. സെഗ്മെൻറ്റ് ഫസ്റ്റിലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം സാധാരണ നമ്മൾ 360 ഡിഗ്രി ക്യാമറ എന്ന് പറയും, പക്ഷേ ഇതിന് 4x4 ഉയർന്ന പതിപ്പിൽ എത്തിയിരിക്കുന്നത് 540 ഡിഗ്രി ക്യാമറയാണ്. അതായത് വാഹനത്തിൻ്റെ അടിയിൽ ഉള്ള അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വാഹനത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടി വരെ ഉള്ള ക്യാമറ ഇതിനകത്തേക്കുണ്ട്. 360 സറൗണ്ട് വ്യൂ മോണിറ്ററും ഉണ്ട്. അതോടൊപ്പം തന്നെ 540 ഡിഗ്രി ക്യാമറ, അതായത് വാഹനത്തിൻ്റെ അടിയിലായിട്ടൊക്കെ നമുക്കത് കാണാം. അപ്പോൾ ഇതിൽ ഏറ്റവും സെഗ്മെൻറ്റ് ഫസ്റ്റിലായിട്ട് ഏറ്റവും വലിയൊരു സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതിനകത്തേക്ക് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അതൊക്കെ നമുക്ക് വീഡിയോ കാണിക്കാം. അതെല്ലാം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പക്ഷേ അപ്പോഴൊന്നും നന്നായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ശരിക്കും ഇപ്പോൾ ഡൽഹിയിൽ 40 ഡിഗ്രി ചൂടാണ്. ആ ഒരു ചൂടിലൊക്കെ തന്നെ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. രാവിലെ തുടങ്ങിയ ഒരു ഡ്രൈവാണ്. ഒരുപാട് തരത്തിൽ ഈ വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി എല്ലാം വാഹന നിർമ്മാതാക്കൾ വലിയ വലിയ ട്രെയിനേഴ്സിനെ കൊണ്ട് ശരിക്കും നമുക്കത് അനുഭവിക്കാൻ പറ്റി. പക്ഷേ വാഹനം ഓഫ് റോഡിങ് മാത്രമാണ് ഇന്ന് ചെയ്തത്. ബാക്കിയൊക്കെ ഫ്രണ്ട് റോയിൽ, അതായത് കോ ഡ്രൈവറായിട്ട് ഇരുന്നുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുകയായിരുന്നു. കൊക്കോൺ സേഫ്റ്റി എന്നാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ എല്ലാ വാഹനങ്ങളെക്കുറിച്ചും നമുക്ക് പറയാനുള്ളത്. അപ്പോൾ Harrier.ev 4x4 പതിപ്പുമായിട്ടൊക്കെ വരുന്ന ഇത്രയും കേപ്പബിളായിട്ടുള്ള ഈ ഒരു EVയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇതിനകത്ത് എല്ലാവിധ സുരക്ഷാ കവചങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. ADAS ലെവൽ 2 സൗകര്യങ്ങളുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പറയാനുള്ളത് ശരിക്കും ഇതിൻ്റെ സ്ട്രക്ചറൽ റിജിഡിറ്റിയാണ്, സ്ട്രക്ചറൽ അതിൻ്റെ ഒരു കരുത്താണ്. അപ്പോൾ എല്ലാ വാഹനങ്ങളിലും ശരിക്കും 4 തരം സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനം നിർമ്മിക്കുന്നത്. ഇതിൽ ഈ റെഡ് കളർ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ്. ഇതിപ്പം വാഹനത്തിൻ്റെ മുൻപിൽ നിന്ന് നമുക്ക് കൊളിഷൻ ഉണ്ടാകുമ്പോൾ പാസഞ്ചറിലേക്ക് ആ ഒരു കൊളിഷൻ്റെ ആഘാതം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ റോഡുകളെല്ലാം തന്നെ അഡ്വാൻസ്ഡ് ഹൈ സ്ട്രെങ്ത് സ്റ്റീലിൽ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും പാസഞ്ചറിലേക്ക് ആ ഒരു കൊളിഷൻ വരില്ല. ഇവിടം കൊണ്ട് ആ ഒരു ഇടി എത്ര ആണെങ്കിലും നിൽക്കും. ഒരു വാഹനത്തിൻ്റെ വില അല്ലെങ്കിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റി ഒക്കെ നിർണ്ണയിക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ അതിൽ അഡ്വാൻസ്ഡ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ എത്ര ശതമാനം എവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ Harrier.ev ഈ ഒരു സ്ട്രക്ചറൽ ബോഡി ഇവിടെ കൊടുത്തിരിക്കുന്നത് തന്നെ അവർ എത്രത്തോളം അഡ്വാൻസ്ഡ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഇതിൽ ഉപയോഗിച്ചു എന്ന് കാണിക്കാനാണ്. ഇതാണ് Harrier.evയുടെ കീ. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കീ ആണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഷേപ്പിലൊക്കെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഇതിൽ പനോരമിക് സൺറൂഫാണ് വന്നിരിക്കുന്നത്. ഇൻറ്റീരിയർ മൊത്തത്തിലൊന്ന് നോക്കുക, ഒരു രക്ഷയുമില്ലാത്ത ലക്ഷറിയാണ് അവർ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും സീറ്റുകളിലേക്ക് വെന്റിലേറ്റഡ് സീറ്റുകളാണ്. ശരിക്കും അതിനകത്തേക്ക് മെമ്മറി മോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും നന്നായിട്ട് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റുമാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഇതിൻ്റെ ഒരു സ്ക്രീൻ നോക്കുക, ഇതൊരുപാട് ഉപകാരപ്പെടും. ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്ന പല ഫീച്ചേഴ്സും സെഗ്മെൻറ്റ് ഫസ്റ്റ് എന്നാണ് ടാറ്റ മോട്ടോഴ്സ് അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ വേൾഡിൽ തന്നെ EV സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് തന്നെയും പറയുന്നു. അപ്പോൾ ഈ ഒരു ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ വാഹനത്തിലേക്കുണ്ട്. ഞാൻ ആദ്യം ശരിക്കും ഇതിൻ്റെ ഒരു കീയെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. മറ്റൊന്ന് പറയാനുള്ളത് ഈ ഒരു വലിപ്പമേറിയ ശരിക്കും വീതിയല്ല കൂടുതൽ, അത് ശരിക്കും വീതി കൊടുക്കാത്തത് നന്നായി എന്ന് തോന്നി. വളരെ വീതിയോടുകൂടി ശരിക്കും റോഡിലെ ഒരു റോഡ് വ്യൂ കുറയ്ക്കുന്നത് പോലെ തന്നെ വലിപ്പം
കൂട്ടി, പൊക്കം കൂട്ടി, ശരിക്കും റോഡ് വ്യൂ കുറയ്ക്കുന്നത് പോലെ കുറേ EV വാഹനങ്ങളിൽ ഈ ഒരു സ്ക്രീൻ കണ്ടു. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് ഇത് ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ്, ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36.9 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇത് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, ഞാൻ 360 ഡിഗ്രി ക്യാമറയുടെ കാര്യം പറഞ്ഞു, 540-60 ഡിഗ്രി ക്യാമറ, അതായത് ശരിക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ട് വാഹനത്തിൻ്റെ അടിയിലത്തെ വരെ കാഴ്ചകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു സ്ക്രീന് ഭയങ്കര ക്ലാരിറ്റിയാണ്, ഭയങ്കര റെസ്പോൺസീവാണ്. ഓഫ് റോഡിങ്ങിലൊക്കെ ശരിക്കും ഈ 36.9 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതായത് സിനിമാറ്റിക് വ്യൂ ഉള്ള ഈ വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം വാഹനത്തിൻ്റെ എല്ലാം ഇടവും കാണാൻ പറ്റുക, എത്ര റഫായിട്ടുള്ള ടെറൈനിൽ കൂടിയും ഈ വാഹനം കൊണ്ടുപോകാനുള്ള കോൺഫിഡൻസ് ശരിക്കും ഈ ക്യാമറയ്ക്കൊപ്പം തന്നെ ഈ ഒരു വലിപ്പമേറിയ 36.9 സെൻറ്റിമീറ്ററുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും തരുന്നു. അതുപോലെ തന്നെ ഡ്രൈവർക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും തരാൻ വേണ്ടിയിട്ട് ഇവിടെ 14.53 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇവിടെയായിട്ടുണ്ട്. JBL ബ്ലാക്കിൻ്റെ 10 സ്പീക്കേഴ്സാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസ് തിയേറ്റർ മാക്സ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്തേക്ക് സൗണ്ട് സിസ്റ്റം നമുക്ക് നൽകുന്നത്. അതേപോലെ നമുക്ക് പറയാനുള്ള മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് വാലറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, ഡിജി ആക്സസ് ഉണ്ട്. മറ്റൊന്ന് ഏറ്റവും അധികം എന്നെ ഇമ്പ്രസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റിവേഴ്സ് എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടും. വലിയ ടേണിങ് അല്ലെങ്കിൽ യു ടേണുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ഇതിലൊക്കെ റിവേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലെ ഈ ഒരു എക്സ്പീരിയൻസിൽ അവർ ശരിക്കും ഇടുങ്ങിയ ഒരു മാർക്കറ്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ്, പിന്നെ ശരിക്കും ഇടുങ്ങിയ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് ശരിക്കും നമ്മൾ ഓട്ടോ റിവേഴ്സ് ഇട്ടാൽ ഇതിൽ 50 മീറ്റർ വരെ വാഹനം ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ കടന്നു വന്ന വഴിയിലൂടെ തിരിച്ച് അതേപോലെ തന്നെ പിന്നോട്ട് പോകും. ഈ 50 മീറ്റർ വരെ വാഹനം ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓട്ടോ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ പോകും. ഇതിനിടയിൽ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇത് ഹാൻഡ്സ് ഫ്രീ ആണ്. അതായത് വാഹനത്തിൻ്റെ മെമ്മറിയിൽ ഈ വന്ന വഴി കൃത്യമായിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചു പോകുന്നു. റിവേഴ്സിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഓട്ടോ പാർക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. വാഹനത്തിനും പുറത്ത് നിന്ന് നമുക്ക് ഇതിനെ നിയന്ത്രിക്കാം. നമ്മൾ എവിടെ വാഹനം പാർക്ക് ചെയ്യണമെന്ന് സെൻസ് ചെയ്യുന്നുണ്ട്. നമുക്കത് ഇത് ചെയ്യാം. വാഹനത്തിന് പുറത്തു നിന്നും അതുപോലെ തന്നെ വാഹനത്തിനകത്തിരുന്നും ഒക്കെ തന്നെ ടൈറ്റ് സ്പേസസിൽ നമുക്ക് പാർക്ക് ചെയ്യാം. വാഹനം തന്നെ കണ്ടെത്തും, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിനകത്തേക്കുണ്ട്. Harrier.EVയിൽ ഈ ഒരു റോട്ടറി നോബ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ശരിക്കും 4x4 ഡ്രൈവ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. വലിയൊരു റോട്ടറി നോബാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 6 ടെറൈൻ മോഡ്സ് ഉണ്ട്. ഇങ്ങനെ ഓരോരോ മോഡുകളിലേക്ക് നമ്മൾ ഏത് മോഡിലാണ് പോകുന്നതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഇവിടെ നമുക്കൊരു പച്ച ഇൻഡിക്കേഷൻ ഉണ്ട്. അത് തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും ആ ഒരു ഇൻഡിക്കേഷൻ ഏതാണ് കൃത്യമായിട്ട് അത് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ പറയാനുള്ളത് ഇവിടെ ബൂസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ബൂസ്റ്റ് മോഡുണ്ട്, ഡ്രിഫ്റ്റ് മോഡുണ്ട്, ഓഫ് റോഡ് മോഡുണ്ട്. ഓഫ് റോഡ് മോഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ക്രോളിംഗ് ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ക്രോളിംഗ് മോഡിലേക്ക് ഇടുമ്പോൾ ശരിക്കും വാഹനത്തിൻ്റെ സ്പീഡ് 5 km/h മാത്രമാണ്. വളരെ ഉയർന്ന കണക്കാണ് പവറിൻ്റെയും ടോർക്കിൻ്റെയും ഒക്കെ കാര്യം പറയുമ്പോൾ. Harrier.EVക്ക് പ്രൗഡായിട്ട് പറയാനുള്ളത് 2 ഡ്യുവൽ മോട്ടറാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഫ്രണ്ട് മോട്ടർ വരുന്നു, റിയർ മോട്ടർ വരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ 504 ന്യൂട്ടൺ മീറ്ററാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ടോർക്ക് നമ്മൾ ബൂസ്റ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ടോർക്ക് 504 ന്യൂട്ടൺ മീറ്റർ കിട്ടും. അപ്പോൾ വാഹനം കുതിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ വാഹനത്തെ ഒന്നിലും പിന്നോട്ട് നിർത്താനില്ല. നമുക്ക് മറ്റാരുമായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ന് ലഭ്യമാകുന്ന ഒരു വാഹനമായിട്ട് കമ്പയർ ചെയ്യാനും പറ്റുന്നില്ല. അത്രയ്ക്ക് പവർഫുൾ, കേപ്പബിൾ, ഇൻ്റലിജൻറ്റ്, ഒരു ടെക്കി എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു മിടുക്കനായിട്ടുള്ള ഒരു കരുത്തനായിട്ടുള്ള ഒരു EV ആണ് Harrier.EV എന്ന് പറയാം. അപ്പോൾ ഈ ബൂസ്റ്റ് മോഡ് ഇവിടെ നമ്മളിത് ഓൺ ചെയ്ത ശേഷം വേണം നമ്മൾ ഹൈ സ്പീഡുകളിലേക്ക് പോകാൻ. അതേപോലെ തന്നെ ഇവിടെ റിവേഴ്സ്, ന്യൂട്രൽ, ഈ ഒരു ലിവർ ഇത് ചേഞ്ച് ചെയ്യുന്നത്. പാർക്കിംഗ് ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ഓട്ടോ ഹോൾഡ് സംവിധാനമുണ്ട്. ഡ്യുവൽ കപ്പ് ഹോൾഡർ ഇവിടെയായിട്ട് വരുന്നു. ഇവിടെ ശരിക്കും ഇത്
ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് ശരിക്കും കൂൾഡ് സ്റ്റോറേജ് സ്പേസ് ആണ്. ഗ്ലൗ ബോക്സും കൂൾഡ് സ്റ്റോറേജ് സ്പേസ് ആണ്. ഇല്ലൂമിനേറ്റഡ് ടാറ്റ ലോഗോ ഇവിടെയായിട്ട് വരുന്നു. 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡാർക്ക് ക്രോമിൻ്റെ ഒരു എഫക്ട്സ് ആണ് ഇവിടെ കാണുന്നത്. ശരിക്കും ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ. ഡ്രൈവർ സീറ്റ്, കോ ഡ്രൈവർ സീറ്റും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇൻബിൽറ്റ് ഡാഷ് ക്യാം ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഒരുപാട് ഗുണമാണ്. എല്ലായ്പ്പോഴും അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വോയിസ് എനേബിൾഡ് സൺറൂഫ് ഉണ്ട്. പനോരമിക് സൺറൂഫാണ്. എല്ലാ ഇത് സൗകര്യവുമുണ്ട്. Harrier.EVയുടെ റിയർ ഡോറുകളാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും ബേജും ബ്ലാക്കും കൂടിയുള്ളൊരു കോമ്പിനേഷനാണ്. ഈ ഒരു കളറിലാണ് സീറ്റുകളെല്ലാം തന്നെ വരുന്നത്. അത്യാവശ്യം യൂട്ടിലിറ്റി സ്പേസ് ഇവിടെയെല്ലാം ആയിട്ട് ഉണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, ഇതിനകത്തേക്ക് സൺ ബ്ലൈൻഡുകൾ വരുന്നുണ്ട്. സെക്കൻഡ് റോ വളരെ സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നു. നല്ല ലെഗ് റൂം, നല്ല ഹെഡ് റൂം ഒക്കെ തന്നെ ഗുണം. ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസസ് ഉണ്ട്. AC വെൻറ്റുകളൊക്കെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് ഗ്രിപ്പും കപ്പ് ഹോൾഡറുമായിട്ട് ഇവിടെ ഉപയോഗിക്കാം. സീറ്റുകളിലേക്ക് ഇങ്ങനത്തെ ഒരു വിങ്സ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ വാഹനത്തിലേക്ക് 6 ടെറൈൻ മോഡുകളാണ് വരുന്നത്. അപ്പം ആ ടെറൈൻ മോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റോട്ടറി നോബ് ഇങ്ങനെ തിരിക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൽ നോർമൽ, അതുപോലെ തന്നെ ഗ്രാസ് അല്ലെങ്കിൽ സ്നോ, മഡ് അല്ലെങ്കിൽ ഗ്രാവൽ, സാൻഡ്, റോക്ക്, ക്രോൾ, കസ്റ്റം എന്നിങ്ങനെയുള്ള 6 ടെറൈൻ മോഡുകളാണുള്ളത്. ഈ ടെറൈൻ മോഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രാവിലെ 4x4 ഇതുകളെല്ലാം തന്നെയും ചെയ്തത്. ഓരോരോ മോഡുകളിലേക്ക് വാഹനം ശരിക്കും മോഡുകൾ മാറ്റുമ്പോൾ വാഹനം സ്വയം ആ ടെറൈനെ താണ്ടാൻ അല്ലെങ്കിൽ അതിലൂടെ ഓടിക്കാൻ പാകമായ രീതിയിലേക്ക് വാഹനം സ്വയം സജ്ജീകരിക്കും. അങ്ങനെയാണ് ഈ ടെറൈൻ മോഡുകളിലൂടെ എല്ലാം നമുക്ക് ഈസിയായിട്ട് ഈ വാഹനത്തെ കൊണ്ടുപോകാൻ പറ്റിയത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇതിൽ ബൂസ്റ്റ് മോഡാണ്. ബൂസ്റ്റ് മോഡ് അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് മോഡുണ്ട്. അതുപോലെ തന്നെ ഓഫ് റോഡ് മോഡ് അസിസ്റ്റ് ഉണ്ട്. ഓഫ് റോഡ് മോഡ് അസിസ്റ്റിലേക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോളിലേക്ക് വാഹനം ഇടുമ്പോൾ 5 കിലോമീറ്റർ സ്പീഡിലോട്ടൊക്കെ മാത്രമേ നമുക്കത് പോവുള്ളൂ. അത് അത്തരം സാഹചര്യത്തിലേക്ക് വാഹനം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ട്രാൻസ്പെറൻറ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അത് ശരിക്കും ഒബ്സ്റ്റക്കിൾ എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ ഈ ശരിക്കും ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം കുന്നും മലകളും ഒക്കെ വെള്ളവും ഒക്കെ തന്നെ താണ്ടുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ വാഹനത്തിൻ്റെ പോകുന്ന പാതയിൽ വാഹനത്തിൻ്റെ അടിയിൽ വലിയ പാറകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു സജ്ജീകരണങ്ങൾ കൂടി ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നുണ്ട്. 25-ലധികം ആപ്പുകൾ ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഐറ കണക്റ്റഡ് ആപ്പ് വന്നിരിക്കുന്നു. Aira.EV എന്ന് പറയുന്നു. അപ്പോൾ 55-ലധികം കണക്റ്റഡ് കാർ ടെക്നോളജി ഫീച്ചേഴ്സ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. ഇത്രയൊക്കെയാണ് Harrier.EVയുടെ വിശേഷങ്ങൾ.